പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനെ തകർക്കുക എന്നത് മാത്രമല്ല, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ആധിപത്യം ഇല്ലാതാക്കുക, മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ പുറത്താക്കുക, ഇത് ഇറാൻ വളരെ കാലം മുമ്പ് തന്നെ പറഞ്ഞൊരു വസ്തുതയാണ്. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ ഇന്നത്തെ യുദ്ധരീതികളിൽ നിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തി. അതുപോലെ അമേരിക്കയുടെ സൈനിക ഫെസിലിറ്റികൾ ഇതെല്ലാം മിഡിൽ ഈസ്റ്റിൽ ആക്രമിച്ചിട്ടുണ്ട്. അവരുടെ സൈനികർക്ക് നേരെ പിന്തുടർന്ന് ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാൻ മറ്റൊരു തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ പറയുന്നത് ഇനി അമേരിക്കയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സുകൾ ഓരോന്നായി തകർക്കാൻ പോവുകയാണ് എന്നാണ്. 1-ാം തീയതി മുതൽ അങ്ങനെയുള്ള ആക്രമണമാണ് നടത്താൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അന്താരാഷ്ട്ര തലങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ എല്ലാം ആക്രമണത്തിന് വിധേയമാവാൻ പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് നാം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളുടെ എല്ലാം വില കുത്തനെ വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. കമ്പ്യൂട്ടറുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റാത്ത അത്രയും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ നിങ്ങൾ, കാര്യമായും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കമ്പനികൾ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ലെനോവോ, അതുപോലെ തന്നെ കാസ്പർസ്കി, അഡോബി, അതുപോലെ ഫേസ്ബുക്ക്, ഡെല്ല്, ജാവ, യാഹു, ഗൂഗിൾ, HP, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഇന്റൽ, തോഷിബ, ആമസോൺ, ഇങ്ങനെ തുടങ്ങി നാം കാണുന്ന, അതുപോലെ ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ IBM, ഒറാക്കിൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ആക്രമണത്തിന് വിധേയമാവാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക നട്ടെല്ല് ഒടിച്ചു കളയുമെന്നതിൽ സംശയമില്ല. ഇറാൻ അത്തരം ഒരു തലങ്ങളിലേക്കാണ് ഇനി യുദ്ധം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത് അമേരിക്ക വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുവരെ പറഞ്ഞ എല്ലാ നയങ്ങളും എല്ലാ പ്രസ്താവനകളും മാറ്റിമറിക്കുന്നതായിരുന്നു. ഇറാൻ ഹോർമസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണെങ്കിലും നമുക്കൊരു ഡീലിലേക്ക് പോകാം, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാം എന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ട്രംപ് പറയുന്നത് ഇറാൻ പാടെ നശിച്ചു കഴിഞ്ഞു എന്നാണ്, ഇറാന് ഇനി ഒന്നുമില്ല എന്നാണ്. എന്നാൽ അതേ സമയത്ത് സൈനിക സന്നാഹങ്ങൾ ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നുമില്ലാതായ ഇറാനെ തകർക്കാൻ വേണ്ടിയാണോ ഇനിയും ആയുധങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് നിരത്തിൽ മുഖം വെച്ച് ഉരസിക്കൊണ്ടിരിക്കുകയാണ്. അഭിമാനത്തിന് ക്ഷതമേറ്റു, അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനങ്ങൾ തകർന്നു, അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ട്രംപിനെതിരെ ഉയരുന്നു, അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ഒറ്റപ്പെടുന്നു. ഇങ്ങനെ പതിറ്റാണ്ടുകളായി അമേരിക്ക നേടിയെടുത്ത എല്ലാ പ്രതാപങ്ങളും, ചരിത്രത്തിൽ തന്നെ അമേരിക്കയെ തച്ചുടച്ച ഒരു പ്രസിഡന്റ് എന്ന പേരുകൂടെ അദ്ദേഹത്തിന് വരാൻ പോവുകയാണ്. എന്തായിരുന്നാലും ഇസ്രയേലിന് വേണ്ടി അമേരിക്കയെ ബലി നൽകുന്ന അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ പ്രസിഡന്റായി ട്രംപ് ഇപ്പോൾ മാറുന്ന രീതിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.